അജിത്തിന്റെ പൂണ്ട് വിളയാട്ടം ഗൂസ് ബമ്പ് എന്ന് പറഞ്ഞ ഇതാണ് ഗൂസ് ബംസ്. പൊളിച്ചടിക്ക് ഒരു രക്ഷയില്ല, മരണമാസം എല്ലാം കാരണം ഒരു അജിത്തിന്റെ വയർ നിറച്ച ഒരു ബിരിയാണി കഴിച്ചതിന്റെ ഫീലിംഗ് ആണ് സിനിമ. എല്ലാം ഉണ്ട്. ലോകേഷെങ്കില് അജിത്തിന് ആദ്യം ലഭിച്ചത് മരണമാസം. അടുത്ത കാലത്തൊന്നുമില്ല ഇനി ഇങ്ങനത്തെ ഒരു പടം ഇനി അജിത്തിന് കിട്ടൂല. നല്ല പടം, നല്ല പടം. തിയേറ്റർ എക്സ്പീരിയൻസ് പറയില്ല, ഒരു രക്ഷയില്ല. പടം ഫസ്റ്റ് വാച്ചാണ് ഏറ്റവും വലിയ പടം. ഗംഭീര പടം. പറയാ വാക്കില്ല, സൗണ്ട് ഇല്ല. സൂപ്പർ സിനിമ. സിനിമ ഫ്ലോപ്പ് എങ്കിൽ നമുക്ക് ഈ സിനിമ ഉണ്ട്. ഓക്കെ, അൾട്ടിമേറ്റ് സ്റ്റാർ ഫയറാണ് അടിപൊളി. പറഞ്ഞ വേറെ ലെവലുങ്ക, വേറെ ലെവൽ. അടിപൊളി പടം, പക്ക ഫാൻ ബോയ് പടം, ഫാൻ ബോയ് ഡേറ്റാണ്. ഒരു പക്ക കമേഴ്ഷ്യൽ പടം. അജിത്തിന്റെ കുറെ കാലം ഇങ്ങനത്തെ ഒരു പടം വന്നിട്ട് ഫുൾ അഴിഞ്ഞാട്ടം. പുള്ളിന്റെ വെറും അഴിഞ്ഞാട്ടം പടം. അല്ല ഇപ്പൊ ഞാൻ ഇതേ കണ്ടിട്ടുള്ളൂ, ബാക്കി ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ബാക്കി അറിയില്ല റിവ്യൂ. ഇതെനിക്ക് തന്നെ ഇഷ്ടപ്പെടും. നല്ല പടം, തലാഷോ. അതാണ് 2.5 മണിക്കൂർ ആഘോഷിച്ച് കാണാം. അതിനുള്ള പടം പടം അജിത്തിന്റെ ഫാൻ ബോയ് സംഭവം നേർച്ച സെലിബ്രേഷൻ. അജിത്തിന്റെ ഫാൻസിന് സെലിബ്രേഷൻ ഉള്ള പടം. കാരണം പുള്ളിയുടെ പഴയ പടത്തിൽ റെഫറൻസും അങ്ങനെയൊക്കെ വെച്ചൊരു മാർക്ക് ആന്റണി ഉള്ള ആ ഒരു ടോണുള്ള ഒരു സെലിബ്രേഷൻ പടം. ഒരു രക്ഷയില്ല. കിടില, അജിത്ത് ബാക്ക്, കിടുക്കം, മരണവാസേന, മസ്റ്റ് വാച്ച്. ഞാനൊരു വിജയ ഫാനാണ്. ഇതേപോലത്തെ ഒരു മൂവി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ലൊരു ഫാൻസ് പേഡ്, നല്ല രീതിയിൽ ഫാൻസ് പേഡ് ചെയ്തു. ഇല്ല എന്നുവെച്ചാൽ ഒരു ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ഇതിൽ അജിത്തിന് ചെയ്തു കൊടുക്കും. അജിത്ത് ഫാൻസിന് ഇഷ്ടപ്പെടും ആ രീതിയിൽ. വേറെ ലെവല് അജിത്തെന്ന് വെച്ചാൽ ഇന്ത്യ വൺ മാൻ ഷോ. പടം തുടക്കം മുതൽ അവസാനം വരെ തലയുടെ എല്ലാ പടങ്ങളും വെച്ച ഒരു രക്ഷയില്ല. അതായത് മാർക്ക് ആന്റണി ആ ലെവലൊക്കെ എങ്ങനെയാണോ അതിന്റെയൊക്കെ വേറൊരു ഫാൻ ബോയ് സംഭവം. അത് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഇത് കാണുമ്പോൾ വൺ ഫീലാണ്. എന്റർടൈൻമെന്റ് വെച്ചാൽ വേറെ ലെവല്, തല കൊണ്ടുപോകും, തൂക്കിയടിയന്റെ പടം. ഞങ്ങൾ കാത്തിരുന്ന ഒരു ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം നമ്മളെ വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പടമാണ്. വേറെ ലെവൽ ആഘോഷിക്കാൻ തക്കണം. പക്ഷെ ഞങ്ങൾക്ക് ഒരു സങ്കടം എന്ന് വെച്ചാൽ ഈ പടം പൊങ്കലിന് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ, കാരണം പൊങ്കലിന് തമിഴ്നാട്ടില് ഞങ്ങളെങ്ങനെ ആഘോഷിക്കണമെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പിന്നെ പറയണ്ട. ഇതിനെ അങ്ങ് വാനോളം പോകും. സെക്കൻഡ് ഹാഫ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം അജിത്തിന്റെ OG പഴയ പടങ്ങൾ കണ്ടില്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ല. 2K കിഡ്സ് അവർക്കൊന്നും മനസ്സിലാവുന്ന തോന്നുന്നില്ല. ആക്ച്വലി ഫുൾ എന്ന് വെച്ചാൽ പണ്ടത്തെ എല്ലാ പടവും അജിത്തിന്റെ എല്ലാ പടവും ഫുൾ റെഫറൻസ്, ഫുൾ ഫാൻസിന് വേണ്ടി ഒരു പടം. സ്റ്റോറി ഇതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഫാൻസിന്, അജിത് ഫാൻസിന് എൻജോയ് ചെയ്യാം. പക്ക ഞാൻ പറഞ്ഞില്ലേ, ആ ഫാൻസ് അല്ലാത്ത ഓഡിയൻസ് എനിക്ക് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഫാൻസുകാർക്ക് ബ്ലാസ്റ്റ്. അജിത് ഫാൻസ് മ്യൂസിക് ആക്ച്വലി ഒറിജിനൽ കണ്ടന്റ് ഒന്നും ഇല്ല. ഒരു പാട്ടേ ഉള്ളൂ, ഒരു BGM. ബാക്കി ഫുൾ പഴയ പാട്ടുകൾ, ഫുൾ റെഫറൻസ്, എല്ലാം ഫുൾ പഴയ പാട്ടുകളാണ്. പറ്റിയ സ്ഥലം തമിഴ്നാട്. ഇവിടെ തന്നെ കിട്ടുന്ന റെസ്പോൺസ് ആണ്. കുറെ അജിത് ഫാൻസുകൾ ഉണ്ടായിരുന്നു. ഫാൻസുകാർക്ക് ഒരു ട്രിബ്യൂട്ടാണ്. ബാക്കി ഫാമിലി സെന്റിമെന്റ്സിന് വേണ്ടി കുറെ ഇമോഷൻ എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ വർക്ക്ഔട്ട് ആയിട്ടില്ല. കംപ്ലീറ്റ്ലി അജിത്തിന്റെ ഫാൻസിന് റീച്ച് ആണ് പടം. പ്യുവർ ഫാൻ ബോയ് പടം. അതിൽ 100% അയാളെ സിനിമ